ഹലോ ഗായ്സ്, വെൽക്കം ടു സിഞ്ചു ടെക് ഷെയർ. ഞാൻ ഇന്നൊരു ലേണിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ആണ് സെർവർ മെസ്സേജ് ബ്ലോക്ക് പ്രോട്ടോകോൾ അഥവാ SMB പ്രോട്ടോകോൾ. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എന്താണ് സെർവർ മെസ്സേജ് ബ്ലോക്ക് പ്രോട്ടോകോൾ അഥവാ SMB പ്രോട്ടോകോൾ? SMB പ്രോട്ടോകോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫയൽ ഷെയറിംഗ്, പ്രിന്റർ, സീരിയൽ പോർട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്കിലുള്ള റിസോഴ്സ് ഷെയറിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ്. ഈ SMB വേർഷന്റെ യൂസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫയൽ ഷെയറിംഗ് എല്ലാവർക്കും അറിയാം. നമ്മുടെ നെറ്റ്വർക്കിൽ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഡേറ്റ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫയലുകൾ ഷെയർ ചെയ്യുന്ന ആ ഒരു പ്രോട്ടോകോളാണ് ഈ SMB പ്രോട്ടോകോൾ. പ്രിന്റർ ഷെയറിങ്ങിനും നമ്മൾ ഈ SMB പ്രോട്ടോകോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെറ്റ്വർക്ക് ബ്രൗസ് ചെയ്യുന്നത് അവിടെയും ഈ SMB പ്രോട്ടോകോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. റിമോട്ട് സെർവർ മാനേജ്മെന്റ്, സെർവറുകളുടെ റിമോട്ട് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളും ഈ SMB പ്രോട്ടോകോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മാപ്ഡ് ഡ്രൈവ്സ്, അതായത് നമ്മുടെ ഷെയർ ഡ്രൈവ് തന്നെ. ഈ കമ്പ്യൂട്ടറിൽ മാപ്പ് ഡ്രൈവ്സ് മാപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഈ SMB പ്രോട്ടോകോൾ തന്നെയാണ്. ഇനി നമുക്ക് ഈ SMB പ്രോട്ടോകോളിന്റെ ഹിസ്റ്ററിയും ടൈപ്പ് ഓഫ് SMB പ്രോട്ടോകോൾസ് എന്താണെന്നും ചെക്ക് ചെയ്യാം. SMB വേർഷൻ 1 അല്ലെങ്കിൽ SMB പ്രോട്ടോകോളിന്റെ ആദ്യത്തെ വേർഷൻ എന്ന് പറയുന്നത് 1984 IBM ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1984 DOS സിസ്റ്റങ്ങളുടെ ഫയൽ ഷെയറിംഗിന് വേണ്ടിയാണ് ഈ IBM ഈ SMB പ്രോട്ടോകോൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. SMB 1 എന്താണെന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിസ്റ്റിക് ലോക്കിംഗ് അഥവാ ഓപ്ലോക്ക് എന്ന് പറയുന്ന ക്ലയന്റ് ഇൻസൈഡ് കാഷിംഗ് മെക്കാനിസം. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്കിലെ ലോഡ് അല്ലെങ്കിൽ ട്രാഫിക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് IBM ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ഈ ടെക്നോളജി മൈക്രോസോഫ്റ്റ് അവരുടെ ലാൻ മെസ്സഞ്ചറിംഗ് പ്രോഡക്റ്റ്സിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 1996 മൈക്രോസോഫ്റ്റ് കോമൺ ഇന്റർനെറ്റ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന SMBയുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. SMB വേർഷൻ 1 DOS സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്തിരുന്നതെങ്കിൽ നെക്സ്റ്റ് വേർഷനായ CIFS വിൻഡോസ് 95 വർക്ക് ചെയ്യുമായിരുന്നു. സിംബോളിക് ലിങ്ക്, ഹാർഡ് ലിങ്ക് അല്ലെങ്കിൽ വലിയ ലാർജ് ഫയൽസ് എല്ലാം നെറ്റ്വർക്കിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു മൈക്രോസോഫ്റ്റ് ഈ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. SMB 1 ശേഷം മൈക്രോസോഫ്റ്റ് ഈ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരുന്നു. 2006 SMBയുടെ വേർഷൻ 2 റിലീസ് ചെയ്തു. 2006 SMB വേർഷൻ 2 വിൻഡോസ് വിസ്റ്റ, വിൻഡോസ് സെർവർ 2008 എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൂടെയാണ് മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ SMB വേർഷൻ 2 എന്ന് പറയുന്നത് പെർഫോമൻസിന്റെ കാര്യത്തിലായാലും സ്കേലബിലിറ്റിയുടെ കാര്യത്തിലായാലും വലിയ ഫയലുകൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലായാലും വലിയൊരു ഇംപ്രൂവ്മെന്റ് തന്നെ ഉണ്ടായിരുന്നു. ഈ SMB വേർഷൻ 2 നമ്മുടെ വാൻ ആക്സലറേഷനിൽ തന്നെ വലിയൊരു സപ്പോർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത് SMB വേർഷൻ 2 ആണ്. SMB വേർഷൻ 2.1 2010 മൈക്രോസോഫ്റ്റ് വിൻഡോസ് 7ഉം വിൻഡോസ് സെർവർ 2008 R2ന്റെ കൂടെയാണ് ഈ SMB വേർഷൻ 2.1 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ SMB വേർഷൻ 2.1 എന്ന് പറയുന്നത് വലിയ ഫയലുകൾ ഹാൻഡിൽ ചെയ്യുന്നതിലും എനർജി എഫിഷ്യൻസിയും പെർഫോമൻസിന്റെ കാര്യത്തിൽ വലിയൊരു ഇംപ്രൂവ്മെന്റ് തന്നെ കൊണ്ടുവന്നിരുന്നു. ഈ വേർഷനിലാണ് സ്ലീപ്പ് മോഡിലുള്ള SMB സെർവറുകളിൽ നിന്ന് പോലും നമുക്ക് ഫയലുകൾ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തത്. SMB വേർഷൻ 3 2012 SMB വേർഷൻ 3 മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വിൻഡോസ് 8, വിൻഡോസ് സെർവർ 2012 എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ കൂടെയാണ് മൈക്രോസോഫ്റ്റ് ഈ SMB വേർഷൻ 3 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവൈലബിലിറ്റി, പെർഫോമൻസ്, ബാക്കപ്പ്, സെക്യൂരിറ്റി ആൻഡ് മാനേജ്മെന്റ് എന്നീ ഫീൽഡുകളിൽ തന്നെ വലിയൊരു അപ്ഗ്രേഡ് തന്നെ ഈ SMB വേർഷൻ 3 മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്നിരുന്നു. SMB മൾട്ടി ചാനൽ, SMB ഡയറക്റ്റ്, SMB എൻക്രിപ്ഷൻ, ട്രാൻസ്പോർട്ട് ഫെയിലിയർ, റിമോട്ട് വോളിയം, ഷാഡോ കോപ്പി തുടങ്ങിയ ന്യൂ ഫീച്ചറുകൾ കൂടി മൈക്രോസോഫ്റ്റ് SMB വേർഷൻ 3 കൊണ്ടുവന്നിരുന്നു. SMB വേർഷൻ 3.02 2014 മൈക്രോസോഫ്റ്റ് വിൻഡോസ് 8.1 അല്ലെങ്കിൽ വിൻഡോസ് സെർവർ 2012 R2 എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വേർഷനാണ് SMB വേർഷൻ 3.02. ഈ വേർഷനിൽ പെർഫോമൻസിന് നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയും അതുകൂടാണ്ട് പ്രീവിയസ് വേർഷൻസ് ആയ CIFSഉം SMB 1ഉം ഡിസേബിൾ ചെയ്യാനൊരു ഓപ്ഷൻ ഇവിടെയാണ് അവരെ എനേബിൾ ചെയ്തത്. SMB വേർഷൻ 3.1.1 2015 ഈ വേർഷൻ മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വിൻഡോസ് 10, വിൻഡോസ് സെർവർ 2016 എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൂടെയാണ് മൈക്രോസോഫ്റ്റ് SMB വേർഷൻ 3.1.1 വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ വേർഷനിലാണ് മൈക്രോസോഫ്റ്റ് അഡ്വാൻസ്ഡ് എൻക്രിപ്ഷനും പ്രീ ഓതന്റിക്കേഷൻ ഇന്റഗ്രിറ്റി തുടങ്ങിയ ഫീച്ചറുകളെല്ലാം ആഡ് ചെയ്തത്. SMB ഓവർ QSIC 2022 മൈക്രോസോഫ്റ്റ് ഈ ഒരു SMB വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ SMB ഓവർ QSIC
നമ്മളുടെ ട്രഡീഷണൽ SMB പ്രോട്ടോകോൾ വെച്ച് നോക്കുമ്പോൾ വളരെയധികം സെക്യൂറും എഫിഷ്യന്റുമാണ് ഫയൽ ഷെയറിംഗ് തുടങ്ങിയ കാര്യങ്ങളിൽ. SMB ഓവർ QSIC എന്ന് പറയുന്നത് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ വളരെ വലിയ ഒരു ഇമ്പ്രൂവ്മെന്റ് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ട്രഡീഷണൽ SMB പ്രോട്ടോകോൾസ് എല്ലാം യൂസ് ചെയ്യുന്നത് 445 എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോളാണ്. അതേസമയം SMB ഓവർ QSIC എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് 443 എന്ന് പറയുന്ന സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ്. അതുകൂടാണ്ട് TLS 1.3 വേർഷൻ എൻക്രിപ്ഷനും കൂടി ഈ 443യിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പെർഫോമൻസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ SMB ഓവർ QSIC എന്ന് പറയുന്ന പ്രോട്ടോകോൾ നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള SMB പ്രോട്ടോകോളിനെ അപേക്ഷിച്ച് ബെറ്റർ കൺജക്ഷൻ കൺട്രോൾ, ഡേറ്റ ലോസ്റ്റ് റിക്കവറി, പാരലായിട്ട് ഡേറ്റ സ്ട്രീം ചെയ്യാനുള്ള കാപ്പബിലിറ്റി തുടങ്ങിയെല്ലാം ഓഫർ ചെയ്യുന്നുണ്ട്. SMB ഓവർ QSICന്റെ മറ്റൊരു ഫീച്ചറാണ് നമ്മളുടെ ഈ കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ ക്ലയന്റ് PCയുടെ IP അഡ്രസ്സോ പോർട്ടോ എന്തെങ്കിലും ചേഞ്ച് ആയാൽ അത് ഈസി ആയിട്ട് റിക്കവർ ചെയ്യുകയും നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ ഒരു ഡിസ്ട്രപ്ഷൻ ഇല്ലാണ്ട് ഹാൻഡിൽ ചെയ്യാനും ഈ പ്രോട്ടോകോളിന് സാധിക്കുന്നുണ്ട്. ഈ പ്രോട്ടോകോൾ 445 അല്ല 443 എന്ന് പറയുന്ന ഫയർവാൾ ഫ്രണ്ട്ലി പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ SMB പ്രോട്ടോകോൾ സേഫ് ആണോ അല്ലേ എന്ന് നോക്കാം. 2017 വളരെ വലിയൊരു റാൻസംവെയർ അറ്റാക്ക് ഉണ്ടായിരുന്നു. വാനാക്രൈ അല്ലെങ്കിൽ റാൻസംവെയർ തുടങ്ങിയ വൈറസുകളാണ് അന്ന് മോസ്റ്റ് ആയിട്ട് നമ്മളുടെ നെറ്റ്വർക്കിനെ എഫക്ട് ചെയ്തിരുന്നത്. ഇതിനെല്ലാം കാരണം നമ്മുടെ SMB1 വർണബിലിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മൈക്രോസോഫ്റ്റ് ഘട്ടം ഘട്ടമായി ഈ വേർഷൻ അപ്ഗ്രേഡ് ചെയ്ത് ഒരു ലേറ്റസ്റ്റ് വേർഷനിലോട്ട് കൊണ്ടുവരികയും ചെയ്തത്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ SMB വേർഷൻ 1 യൂസ് ചെയ്യുന്നത് വലിയൊരു വർണബിലിറ്റി തന്നെയാണ്. നമ്മൾ നെറ്റ്വർക്കിൽ ഈ SMB വേർഷൻ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റാൻസംവെയർ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് 2017 മൈക്രോസോഫ്റ്റ് ബൈ ഡീഫോൾട്ടായി എനേബിൾ ആയിരുന്ന SMB വേർഷൻ ഡിസേബിൾ ആക്കാനുള്ള ഒരു പുതിയ അപ്ഡേറ്റ് റിലീസ് ചെയ്യാനുള്ള ഒരു കാരണം. 2017 ഈ വാനാക്രൈ തുടങ്ങിയ വൈറസുകളുടെ അറ്റാക്ക് എല്ലാം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റ് അന്ന് ഇറക്കിയ ഒരു പുതിയ അപ്ഡേറ്റ് ബൈ ഡീഫോൾട്ടായി എനേബിൾ ആയിരുന്ന ഈ SMB വേർഷൻ 1 അന്ന് മുതൽ ഒരു ഡിസേബിൾഡ് ഫീച്ചറായി. നമുക്ക് വേണമെങ്കിൽ അത് ഓപ്ഷണലായിട്ട് എനേബിൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൂടാണ്ട് 2022 മൈക്രോസോഫ്റ്റ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് SMB വേർഷൻ 1 എന്ന് പറയുന്നത് ഇനി അവരുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കില്ല. അതുകൂടാണ്ട് തന്നെ അവർ ഗ്രാജുവൽ ആയിട്ട് വിൻഡോസ് 7, വിൻഡോസ് വിസ്റ്റ തുടങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെല്ലാം തന്നെ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ SMB പ്രോട്ടോകോളിനെ കുറിച്ചുള്ള എൻ്റെ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. SMB വേർഷൻ 1ഉം 2ഉം തുടങ്ങിയ വേർഷനുകളെല്ലാം വർണബിൾ ആണ്. അത് നമ്മുടെ നെറ്റ്വർക്കിൽ ഒരിക്കലും എനേബിൾ ചെയ്ത് വെക്കരുത്. നമ്മൾ ലേറ്റസ്റ്റ് വേർഷനായ SMB വേർഷൻ 3 തുടങ്ങിയുള്ള വേർഷനുകളാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്കിൽ ഒരിക്കലും എവരിവൺ ഷെയർ തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്തു വെക്കരുത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആന്റിവൈറസ് സിസ്റ്റം നമ്മുടെ നെറ്റ്വർക്കിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. പുതിയ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. താങ്ക്